Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me Chedi. Yes, the boy who drew cats എന്നുള്ള ചാപ്റ്ററിന്റെ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നമുക്ക് അടിപൊളിയായിട്ട് ഈ സംഭവം അങ്ങോട്ട് പഠിച്ചാലോ, സെറ്റാക്കിയാലോ, പവർ ആക്കിയാലോ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം അറിയുമായിരിക്കും. അതിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിത്ത് ആൻസേഴ്സ്. ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ്? യെസ്, നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ ഹൈലൈറ്റർ വലുതാക്കാം. യെസ്, ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? ഇതിലൊരു കൊച്ചു കുട്ടി ഉണ്ടല്ലോ, ഈ കുഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് നമ്മുടെ നെരേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആക്ച്വലി ഇതിന്റെ ആൻസർ ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി ഒരു ആൻസർ എഴുതിയിട്ടുണ്ടാകും. അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സപ്പോസ് ആൻസർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ആൻസറോ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയേക്കും. നോക്കാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ദ യങ്ങസ്റ്റ് ബോയ് ഈസ് ഇൻട്രൊഡ്യൂസ് ആസ് എ ക്ലവർ, കുറച്ച് നല്ല ബുദ്ധിയുള്ള ആളായിട്ടാണ്. ബട്ട് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ബോയ്, ഭയങ്കര സ്മോൾ ബോയ് ആണ്. അതുപോലെ തന്നെ അത്ര ഫിസിക്കലി അത്ര ഭയങ്കര സ്ട്രോങ് ഉള്ള ആളൊന്നുമല്ല, പക്ഷെ ബുദ്ധിപരമായിട്ട് ഭയങ്കര ക്ലവർ ആണ്. ഹു ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള, അതായത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ധാരാളം പണിയെടുക്കാൻ പറ്റുന്ന ഒരാളല്ല, പക്ഷെ ബുദ്ധിപരമായിട്ട് നല്ല പണിയെടുക്കാൻ പറ്റുന്ന ആളാണ് എന്നാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ബോയെ എന്താക്കിയിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഒരു ആൻസർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പാരന്റ്സ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തിനാണ് നമ്മുടെ ഈ കുട്ടിയുടെ, ഈ ബോയുടെ, ആക്ച്വലി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സിലെ ബോയ് ഉണ്ടല്ലോ, ആ ബോയിയെ എന്തിനാണ് ഈ പ്രീസ്റ്റിന്റെ അടുത്തേക്ക് നമ്മുടെ പാരന്റ്സ്, ഈ ബോയിന്റെ പാരന്റ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന്റെ ആൻസർ, പീപ്പിൾ ഓഫ് ദ വില്ലേജ് opined that the boy could never grow വെരി ബിഗ്. ഈ കുട്ടിയൊന്നും വല്ലാണ്ട് വളരൂലെന്ന് ആ നാട്ടിലെ, ആ വില്ലേജിലെ ആൾക്കാരെന്താക്കി അഭിപ്രായം പറഞ്ഞു. പീപ്പിൾ ഓഫ് ദ വില്ലേജ്, ആ നാട്ടിലെ ആൾക്കാർ എന്താക്കി അഭിപ്രായം പറഞ്ഞു, that the boy could never grow very big, ഈ കുട്ടി വലിയ വലുതാവുകയൊന്നുമില്ല. So his parents thought it would be better from him to become a priest. അതായത് ഇവനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല, ഇവൻ ഭാവിയിൽ ആരും ആവാൻ പോകുന്നില്ല, അപ്പൊ എന്തെങ്കിലും ആക്കണല്ലോ, അപ്പൊ ഒരു പ്രീസ്റ്റ് ആക്കിയാലോ എന്ന്. അതായത് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛൻ എന്നൊക്കെ പറയില്ലേ, അതായത് പള്ളി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾ, അല്ലെങ്കിൽ അതിലെ കാര്യപ്പെട്ട കാർമ്മികദർശി എന്നൊക്കെ പറയുമായിരിക്കും. യെസ്, ഏതായാലും അങ്ങനത്തെ ഒരാളാക്കി മാറ്റാന്ന് തീരുമാനിച്ചു. then to become a farmer, സാധാരണ ഒരു ഫാർമർ ആക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഒരു പ്രീസ്റ്റ് ആക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടുപോയി ചേർക്കാനുള്ള പരിപാടിയാണ് നമ്മളെ പാരന്റ്സ് നോക്കിയുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് പ്രീസ്റ്റ് ആക്കാനുള്ള ഉദ്ദേശം പാരന്റ്സിന് ഉണ്ടായിരുന്നത്. But we can say that farming is better. അല്ലേ, ഫാമിംഗ് അത്ര മോശമൊന്നും അല്ല കേട്ടോ. ഫാമിംഗ് മോശമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഫാമേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ചിലപ്പോൾ ഫാമേഴ്സ് ആയിരിക്കും. ദാറ്റ്സ് എ ഗുഡ്. പ്രീസ്റ്റും മോശമല്ല, പ്രീസ്റ്റും അടിപൊളിയാണ്. യെസ്, they are actually giving devotional support. Whatever, ഒരു ജോബ് മോശമല്ല, സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, but perhaps you will become a great artist. ചിലപ്പോൾ നീ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഡു യു തിങ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഈസ് അപ്രോപ്രിയേറ്റ്? ശരിക്കും ആ ഒരു പ്രീസ്റ്റ്, ആ പള്ളിയിലുണ്ടായിരുന്ന, ആ ടെമ്പിളിലുണ്ടായിരുന്ന പ്രീസ്റ്റിന്റെ ഡയലോഗാണ് ആരോട്? നമ്മുടെ ചെക്കനോട്, നമ്മുടെ കുട്ടിയോട്. ബട്ട് perhaps you will become a great artist. ചിലപ്പോൾ നീ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയേക്കാം. അത് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണ്, അത് എത്രത്തോളം അനുയോജ്യമായതാണ്? വൈ? എന്തുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് ആ കുട്ടിക്ക് സ്യൂട്ടബിൾ ആയത്? എന്തുകൊണ്ടാണെന്നുള്ള ആൻസർ കൂടി എഴുതണം. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആൻസർ മൈൻഡിൽ വന്നിട്ടുണ്ടാകും. യെസ്, കാരണം യെസ് അപ്രോപ്രിയേറ്റ് ആണോ? യെസ് അപ്രോപ്രിയേറ്റ് ആണ്. വൈൻ്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത്. ബിക്കോസ് whenever the boy was alone he drew the picture of cats. അവൻ എപ്പോഴൊക്കെയോ ഒറ്റക്കാണെന്നുള്ള ഫീൽ തോന്നിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ നല്ല ക്യാറ്റിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ആൻഡ് ചുമ്മാ പിക്ചർ അല്ലത്, ദാറ്റ് വാസ് റിയലി വി ക്യാൻ ഫീൽ ദ ഒറിജിനാലിറ്റി ഓഫ് ദ ക്യാറ്റ്സ്. ഓക്കെ, ഒരു ക്യാറ്റിനെ കണ്ടതുപോലുള്ള ഒരു ഫീലിംഗ് വരുത്തുന്ന ഒരു, എന്താ പറയുക, അത്രയും പെർഫെക്റ്റ് ഒരു പിക്ചറാണ്, വണ്ടർഫുൾ പിക്ചേഴ്സാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രീസ്റ്റ് പറഞ്ഞു, ചിലപ്പോൾ നീ ഒരു എന്തായിരിക്കാം, ഒരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആയേക്കാം എന്ന് പറയാനുള്ള കാരണം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്?
നമ്മുടെ പ്രീസ്റ്റിന്റെ അഡ്വൈസ്, ഒരു ഉപദേശം കൊടുത്തിരുന്നു ആർക്ക്? നമ്മുടെ ബോയ്ക്ക്. എന്തായിരുന്നു ആ ഉപദേശം എന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. ഇല്ലാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് കേട്ടോ. ഓക്കെ, ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ. യെസ് എന്തായിരുന്നു നമ്മുടെ പ്രീസ്റ്റ് നമ്മുടെ ചെക്കന് കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്വൈസ്, ഉപദേശം എന്തായിരുന്നു? ദ പ്രീസ്റ്റ് അഡ്വൈസ് ദ ബോയ് ടു അവോയ്ഡ്, ഇവിടെ നമുക്ക് എന്താക്കണം, സ്പെഷ്യൽ മെൻഷൻ ചെയ്യണം. ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് ടു കീപ് ഇറ്റ് സ്മോൾ. ഈ ഒരു ഡയലോഗാണ് ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലാസ്റ്റേക്ക് എത്തുന്ന സമയത്ത് നന്നായിട്ട് ഓർമ്മ വരും. എന്താ പറഞ്ഞത്? ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിലും രാത്രി എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്താണെങ്കിലും വലിയൊരു സ്ഥലത്ത് എന്താക്കരുത്, കിടക്കരുത് അല്ലെങ്കിൽ നിൽക്കരുത്. കുറച്ചുകൂടി എന്താക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇടുക. ആൻഡ് ടു കീപ് ടു സ്മോൾ, ആ ചെറിയ കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് എന്താക്കുക, ഒതുങ്ങുക, കുഞ്ഞു സ്ഥലങ്ങളിൽ ഉറങ്ങുക. അതായത് വലിയൊരു ഗ്രൗണ്ടിലൊന്നും പോയി ഉറങ്ങരുത്. ചെറിയൊരു സ്മോൾ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഉറങ്ങുക. വലിയൊരു ഗ്രൗണ്ടിൽ ഉറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അവിടെ എന്ത് വരും, ചിലപ്പോൾ ഡോഗ്സോ അല്ലെങ്കിൽ കൊതുക് കടിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ചെറിയൊരു സ്ഥലത്ത് പോയി ഉറങ്ങുക. അപ്പോൾ അത്ര വലിയ ഡേഞ്ചർ ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും ദാറ്റ് വാസ് എ റിയൽ ലൈഫ് സേവിങ് അഡ്വൈസ്, വി ക്യാൻ സേ ദാറ്റ്. ജീവൻ രക്ഷിച്ച ഒരു എന്താണ് ഒരു അഡ്വൈസ് ആയിരുന്നു. അതുപോലെ തന്നെ അവന് പുരോഗതി ഉണ്ടാവാൻ, അവന് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാവാനും കാരണക്കാരനായത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ? Why didn't the boy go home after he left the temple? ഈ ടെമ്പിളിൽ നിന്ന് പോയതിനു ശേഷം അവൻ എന്തുകൊണ്ട് ബോയ് എന്താക്കില്ല, തിരിച്ച് വീട്ടിലേക്ക് പോയില്ല? ടെമ്പിളിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടു, നീ ഇവിടെ നിൽക്കണ്ട, നീ വിട്ടോ എന്ന് പറഞ്ഞു. അന്നിവിടെ ശരിയാവില്ല. പക്ഷേ ഓ നേരെ വീട്ടിൽ പോയ സീനാണ്. എന്താ സീൻ? അതാണ് അതിൻ്റെ ആൻസർ അല്ലേ? നോക്കാം. The boy did not go home because he felt sure that his father would punish him. അച്ഛൻ തല്ലും അല്ലേ, അച്ഛൻ പണിഷ്മെന്റ് നൽകും. ഓക്കെ, അതുകൊണ്ടാണ് അവൻ എന്താക്കി, അവൻ ഉറപ്പാണ്. He felt sure എന്ന് പറഞ്ഞത്, അവൻ ഉറപ്പാണ് that the father would punish him. അവൻ അച്ഛൻ എന്തെങ്കിലും പണിഷ്മെന്റ് തരും for being disobedient to the priest. പ്രീസ്റ്റിന് എന്താക്കിയത്, അനുസരണയില്ലാത്തവനായതുകൊണ്ട്. ഒബീഡിയൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻ ചൈൽഡ് എന്നൊക്കെ പറയും, അതായത് ഭയങ്കര അനുസരണയുള്ള കുട്ടി. അപ്പോൾ ഡിസൊബീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയില്ലാത്തതായതുകൊണ്ട്. അതായത് നമ്മുടെ പ്രീസ്റ്റിനെ അനുസരിക്കാത്ത കാരണം അച്ഛൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയില്ല, തിരിച്ചവന് വേറെ എങ്ങോട്ടോ പോയി. നോക്കാം. When വേറൊരു ടെമ്പിളിലേക്ക് പോയില്ലേ? When the boy entered the temple he did not see anyone. രണ്ടാമത് പോയ ടെമ്പിളിൽ അവൻ രണ്ടാമത് പോയ സമയത്ത് അവിടെ ആരെയും കണ്ടില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും റീസൺ അല്ലേ? രണ്ടാമത് അവൻ ടെമ്പിളിൽ പോയ സമയത്ത് ഒരൊറ്റ മനുഷ്യൻ അവിടെ ഇല്ല, ആരെയും കണ്ടില്ല. വൈ വുഡ് ബി ദ റീസൺ? വാട്ട് വുഡ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? നിങ്ങൾക്കറിയാം. യെസ്, ദ റീസൺ വാസ് ദാറ്റ് എ ഗോബ്ലിൻ റാറ്റ് ഹാഡ്. അവിടെ ഒരു ഗോബ്ലിൻ റാറ്റ് ഉണ്ടായിരുന്നു. ഗോബ്ലിൻ എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവി, ഒരു ഭീകര എലി ഉണ്ടായിരുന്നു അല്ലേ? വലിയ ഒരു എലി ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തുണ്ടായിരുന്നത്? യെസ്, ഈ ചെക്കന് അവിടെ ആരെയും കാണാൻ കഴിയാതിരുന്നത്. Frightened the priests away and had taken possession of the place. അവിടെ ഉണ്ടായിരുന്ന ആ ഗോബ്ലിൻ റാറ്റിനെ ഭയന്നുകൊണ്ട്, ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാൽ ഭയന്നുകൊണ്ട്, the priest away, അതായത് ആ പ്രീസ്റ്റുകളൊക്കെ എന്താക്കി, ഓടി രക്ഷപ്പെട്ടിരുന്നു. എങ്ങോട്ടോ പോയിരുന്നു. and had taken possession of the places. ആ ഗോബ്ലിൻ റാറ്റ്, ആ ഭീകര എലി എന്താക്കിയിട്ടുണ്ട്, അതിന്റെ ഉടമസ്ഥാവകാശം എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പൊസഷൻ, അതിന്റെ ഉടമസ്ഥാവകാശം അത് അവൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ആര്? ഈ ഗോബ്ലിൻ റാറ്റ് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് ഈ ടെമ്പിള്. അത് അവന്റെ ടെമ്പിളാണ്, അത് അവന്റെ കൂടായിട്ട് അവൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അവനാണ് അതിന്റെ ഓണർ. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകാറില്ല. കുറേ ആൾക്കാർ പോയി, പക്ഷെ അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. യെസ്, why did he choose a small place to sleep? എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ചെക്കൻ ആ ഒരു കുഞ്ഞു സ്ഥലത്ത് ഉറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? What was the reason? Why did he choose a small place to sleep? ഉറങ്ങാൻ നമ്മുടെ ബോയ് കുഞ്ഞു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. എന്താണ് അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു അഡ്വൈസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? യെസ്, ദ ബോയ് ഫെൽറ്റ് അഫ്രൈഡ് ഓഫ് ദ പ്ലേസ്. ആ ഒരു സ്ഥലത്തെ അവന് പേടിയായി. ആൻഡ് ഹി റിസോൾവ്ഡ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്. അത് മാത്രമല്ല, അവന് ചെറിയൊരു സ്ഥലം നോക്കി പോവുകയും ചെയ്തു. ബിക്കോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ആൻസർ ആണ്, നിങ്ങൾക്ക് ഇതിന് ആഡ് ചെയ്യാം. ഹി റിമെമ്പേർഡ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് അല്ലേ? ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഹി റിമെമ്പേർഡ് the advice
of the പ്രീസ്റ്റിന്റെ അഡ്വൈസ് ഒന്ന് ഓർമ്മിച്ചു അല്ലേ? അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where did the boy find a safe place to sleep on? എവിടെയാണ് ഈ ഒരു ബോയ് ഉറങ്ങാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം അവൻ എവിടുന്നാ കിട്ടി? എവിടെയായിരുന്നു അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്? നോക്കാം. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്, ഒരു കുഞ്ഞു ക്യാബിനറ്റ് കിട്ടിയിരുന്നു വിത്ത് എ സ്ലൈഡിങ് ഡോർ. ആ ഡോർ ഇങ്ങനെ നീക്കുന്ന ഡോറില്ലേ, ചില വിൻഡോസ് ഒക്കെ, ചിലപ്പോൾ സ്കൂളിലെ വിൻഡോസ് ഒക്കെ അങ്ങനെ ഉണ്ടാവും. ഞാൻ പഠിച്ച പണ്ടത്തെ സ്കൂളിലല്ല, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു വിൻഡോ അങ്ങനത്തെ വിൻഡോ ആയിരുന്നു. ബസ്സിലുണ്ടാവുന്ന വിൻഡോ ഇല്ലേ, ടൂറിസ്റ്റ് ബസ്സിലൊക്കെ അങ്ങനെ പൊന്തിക്കുന്നതല്ല, അങ്ങനെ സ്ലൈഡ് ചെയ്ത് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ഡോറ്. അത് വിൻഡോ. ഓക്കെ, ഇത് വിൻഡോറല്ല, അങ്ങനത്തെ സ്ലൈഡിങ് ഡോറൊക്കെയുള്ള, അത് അങ്ങോട്ട് ഇങ്ങനെ നീക്കുന്ന ഡോറൊക്കെയുള്ള ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഗോട്ട് ഇൻ ടു ഇറ്റ്, അതിലേക്ക് കിടന്നു. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്, അവൻ തന്നെ അത് ക്ലോസ് ചെയ്തിരിക്കുകയും ചെയ്തു. അവൻ സേഫായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദാറ്റ് ഡ്രെഡ്ഫുൾ വോയിസ് ദാറ്റ് ദ ബോയ് ഹിയർഡ്? ആ കുട്ടി അന്ന് രാത്രി കേട്ടിരുന്ന അത്രയും ഭീകരപരമായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന ആ ഒരു സൗണ്ട് എന്തായിരുന്നു? We can assume that. എന്തായിരുന്നു? അയാളല്ലേ നമ്മളെ ഗോബ്ലിൻ. The dreadful voice might have been the result of the fighting. ആ ഫൈറ്റിങ്ങിന്റെ റിസൾട്ട് ആയിരിക്കും എന്ത്? ആൻഡ് സ്ക്രീമിങ്, ആ ഫൈറ്റ് ചെയ്യുന്ന ഭയങ്കര അലറുന്ന സൗണ്ട് ആയിരിക്കും. ആരുടെ? എന്തിന്റെ? ബിറ്റ്വീൻ ദ കാറ്റ്സ് ആൻഡ് ദ ഗോബ്ലിൻ റാറ്റ്. ഏതാ ബിറ്റ്വീൻ ദ കാറ്റ്സ്? ഏത് കാറ്റ്സാ ഇത്? ഏത് കാറ്റ്സാണോ? ശരിക്കും കാറ്റ് ഉണ്ടാടെ? നോ, ദാറ്റ് വാസ് ഡ്രോയിങ്. അത് നമ്മുടെ ചെക്കൻ്റെ ഡ്രോയിങ് ആണല്ലേ. നമ്മുടെ ചെക്കൻ ആ ചുമരുമേൽ കുറച്ച് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ആൻഡ് ദ ഗോബ്ലിൻ റാറ്റ്, ആ ഭീകര എലി ഉണ്ടായിരുന്നു. ആ എലിയും ഈ ഒരു ക്യാറ്റിന്റെ ചിത്രവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന, അവർ തമ്മിൽ സ്ക്രീമിങ്, അലറുന്ന സൗണ്ട് ആയിരുന്നു അവിടെ കേട്ടിട്ടുണ്ടായിരിക്കുക. യെസ്. ഓക്കെ, ഇനിയുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? എങ്ങനെയായിരിക്കും ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക? ഓൾറെഡി മനസ്സിലായി അല്ലേ? ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ് ബൈ ദ കാറ്റ്സ് വിച്ച് ദ ബോയ് ഹാഡ് ഡ്രോൺ. നമ്മുടെ കുട്ടി വരച്ച ആ ഡ്രോയിങ്, ആ കുട്ടി വരച്ച ക്യാറ്റിന്റെ ചിത്രം കാരണമായിരിക്കും അവൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക, ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. ഈസി അല്ലേ? നമുക്കറിയാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ ബോയ്? നമ്മൾ ആദ്യം നമ്മുടെ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്തിരുന്നു, നമ്മുടെ പ്രീസ്റ്റ്. അത് കുട്ടിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം വൈ എന്ന് കൊടുത്തിട്ട് എന്തുകൊണ്ട് അത് ഉപകാരപ്പെട്ടു എന്ന് കൂടി എഴുതണം. യെസ്, നമുക്ക് ആക്ച്വലി അതിന്റെ ആൻസർ യെസ്, ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലേ? ബിക്കോസ് എ ഡ്രെഡ്ഫുൾ ഫൈറ്റ് വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ദ കാറ്റ്സ് ആൻഡ് ദ ഗോബ്ലിൻ റാറ്റ് ആൻഡ് ദ ബോയ് വാസ് സേഫ് ഇൻ ദ ക്യാബിനറ്റ്. അവിടെ ഈ ഒരു ഗോബ്ലിൻ റാറ്റും ഈ ഒരു ക്യാറ്റും തമ്മിൽ, പിക്ചർ ഓഫ് എ ക്യാറ്റും തമ്മിൽ ഭയങ്കര ഒരു യുദ്ധം നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ വാസ് സേഫ് ഇൻ ദ ബോയ് വാസ് സേഫ് ഇൻ ദ ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിൽ ഭയങ്കര സേഫ് ആയിട്ടായിരുന്നു. കാരണം നമ്മുടെ പ്രീസ്റ്റിന്റെ ഡയലോഗ്, ആ അഡ്വൈസ് ആ ബോയ് ഓർമ്മിച്ചു. അത് കാരണം അവന് സേഫ് ആയിട്ട് അവന്റെ ജീവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അവനൊരു സ്റ്റാറായി മാറി. ഇത് സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്ലൈഡുകളും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. താഴെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കയറുക. അതുപോലെ തന്നെ നമ്മുടെ യോദ്ധ ബാച്ച് ഉണ്ട്. യോദ്ധ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെയുണ്ട്. അതും കൂടി നിങ്ങൾ സെറ്റാക്കുക. യോദ്ധ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. നിങ്ങൾക്ക് സാധാരണ യൂട്യൂബ് ലൈവ് കിട്ടുന്നതിനേക്കാൾ ഉപരി ധാരാളം ലൈവ് സെഷനുകളൊക്കെ, ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും, യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഓരോ എക്സാം സീരീസുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒക്കെ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ യോദ്ധ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രോൾ ഇതിൽ പോകുന്നുണ്ടായിരിക്കും. സോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 19996. യെസ്, ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ഇനി ഇതുപോലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യേണ്ടതുള്ളത് കമൻറ്റ് ചെയ്യുക. അത് വെച്ച് നമുക്ക് എന്താക്കും, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാണോ കമൻറ്റ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി. ബൈ, താങ്ക് യു.